ഫ്രണ്ട്സ് എല്ലാവർക്കും എംഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള IR റിമോട്ട് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള തീരിയൊക്കെ എങ്ങനെ കത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഒരു കുഞ്ഞ് സർക്യൂട്ടാണ്, ഇലക്ട്രോണിക്സിന്റെ സർക്യൂട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന് ആകെ കുറച്ച് കമ്പോണൻസ് വേണ്ടി വരുന്നുള്ളൂ. അതായത് ഒരു 9 വോൾട്ട് ബാറ്ററി, അതുപോലെ തന്നെ ഒരു 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ, പിന്നെ ഒരു IR റിസീവർ ആണിത്, TSOP 1738 ഇതാണ് എൻ്റെ നമ്പർ വരുന്നത്. പിന്നെ ഒരു നിക്രോമിൻ്റെ വയർ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കളർ LED ബൾബ്. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ IR റിസീവർ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പിന്നെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് പിന്നെ VCC, അതുപോലെ തേർഡ് പിന്നെ ഔട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പിന്നിൻ്റെ ഡയഗ്രാം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തേർഡ് പിന്ന്, അതായത് നമ്മുടെ സിഗ്നൽ ഔട്ട് വരുന്ന ആ പിന്ന് നമ്മളൊന്ന് ജസ്റ്റ് വളച്ചു വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ, അതിൻ്റെ ഒരു ലെഗ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് നമ്മൾ. ഇനി നമുക്കിത് ഈ ഒരു ഔട്ട് പിന്നിലേക്ക് സോൾഡർ ചെയ്ത് വെക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ ഔട്ട് പിന്നിലേക്ക് അത് സോൾഡർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ റെസിസ്റ്ററിൻ്റെ മറ്റേ അറ്റത്തെ, അതായത് നമ്മൾ പിടിക്കാൻ വേണ്ടിയാണ് നീളത്തിൽ വെച്ചാൽ അത് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മുടെ LED ബൾബിൻ്റെ നെഗറ്റീവ് ലീഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് നമ്മൾ റെസിസ്റ്ററിൻ്റെ ലീഡ് കട്ട് ചെയ്തതിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ പോസിറ്റീവ് ലീഡ്, അതായത് LED ബൾബിൻ്റെ പോസിറ്റീവ് ലീഡ് നമ്മൾ നമ്മുടെ ആ റിസീവറിൻ്റെ പോസിറ്റീവ് ലീഡ്, അതായത് നടുക്കത്തെ ലീഡിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു റിസീവർ സർക്യൂട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നടുക്കത്തെ പിന്നിലേക്ക് നമ്മുടെ പോസിറ്റീവ് വോൾട്ടേജ്, അതായത് 9 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ പോസിറ്റീവ് കൊടുത്തു. അതുപോലെ തന്നെ ഫസ്റ്റ് പിന്നിലെ ഗ്രൗണ്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ LED ബൾബ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്ന കാണാനായിട്ട് ജസ്റ്റ് അതൊന്ന് ബെൻഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മുടെ ഉണ്ടാക്കിയ സർക്യൂട്ട് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയിലേക്ക് ആ ക്ലിപ്പ് കണക്ട് ചെയ്തു. ഇനി നമ്മുടെ വീട്ടിലുള്ള ഒരു TVയുടെയോ അല്ലെങ്കിൽ AC-യുടെയോ ഏതിൻ്റെ ആയാലും ഒരു IRൻ്റെ റിമോട്ട് എടുക്കുക. അതിൽ ഏതെങ്കിലും ബട്ടൺ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഏത് ബട്ടൺ പ്രസ് ചെയ്താലും അവിടെ LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ റിസീവറിലേക്ക് നമ്മുടെ IRൻ്റെ ലൈറ്റ് അടിക്കുമ്പോഴാണ് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ് റിമൂവ് ചെയ്യാം. ഇനി അടുത്ത പണിയിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കുറച്ച് നിക്രോം വയർ വേണമെന്ന് പറഞ്ഞായിരുന്നു. ആ നിക്രോം വയർ എടുത്തിട്ട് അതിൽ നിന്ന് കുഞ്ഞൊരു പീസ്, അതായത് ഏകദേശം ഒരു 3-4 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കൊരു കുഞ്ഞ് നിക്രോമിൻ്റെ വയർ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തത് നമ്മൾ എക്സ്ട്രാ ഒരു വയറിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 2 വയർ എടുത്തു, അതായത് ഏകദേശം ഒരു 25 സെൻറ്റിമീറ്റർ നീളം വരുന്ന 2 വയർ. ഇപ്പോൾ ഈ 2 റെഡ് വയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ അറ്റത്ത് നമ്മൾ നിക്രോമിൻ്റെ ഈ കുഞ്ഞു വയർ നമ്മൾ ചുറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത്രത്തോളം കുഞ്ഞു വയറാണ് നമ്മുടെ നിക്രോമിൻ്റെ. ഇപ്പോൾ നിക്രോം വയർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാ അയൺ, അതായത് അയൺ വയർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിക്രോമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുക്കാം. ആ തീപ്പെട്ടിക്കൊള്ളിയിൽ നമ്മുടെ നിക്രോമിൻ്റെ വയർ, അതായത് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നുള്ള ഭാഗത്ത് നമുക്ക് നമ്മുടെ നിക്രോമിൻ്റെ വയർ ചുറ്റി ഇതുപോലെ എടുക്കാം. അപ്പോൾ വയറുകളൊക്കെ കൂടി മുട്ടിയാൽ പ്രശ്നമില്ല, മുട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ കൂട്ടിമുട്ടാത്ത രീതിയിൽ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. അതെല്ലാം മുട്ടിയാലും അത്ര വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. എന്തായാലും നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ കത്തും. ഇനിയിപ്പോൾ നമ്മൾ വയറ് വിട്ടുപോകാതിരിക്കാനായിട്ട് ഒരു ചെമ്പമ്പിയുടെ പീസ് എടുത്തിട്ട് അതൊന്ന് ചുറ്റി കെട്ടി. ഇനി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊന്ന് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാണ്. കണ്ടോ, കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീപ്പെട്ടി നിങ്ങൾക്ക് കത്തിയത് കാണാൻ പറ്റും. അതായത് നിക്രോമിൻ്റെ വയർ വെച്ചതുകൊണ്ടാണ് അങ്ങനെ ചൂടായി കത്തിയത്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണൂടി ഉണ്ടാക്കിയെടുത്തു. അത് നമ്മുടെ LED ബൾബിൻ്റെ അക്രോസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ LED ബൾബ് കത്തുന്ന സമയത്ത് നമ്മുടെ നിക്രോം വയർ ചൂടായിട്ട് നമ്മുടെ തീപ്പെട്ടി കത്തും. അതാണ് ഇതിൽ വർക്കിംഗ് വരുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി, അതായത് ഇതുപോലെ പെട്ടി ഉണ്ടെങ്കിൽ പെട്ടിയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒട്ടിച്ച് പെട്ടിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ IRൻ്റെ റിസീവർ പുറത്ത് കാണാനായിട്ട്, അതായത് പുറത്തുനിന്ന് സിഗ്നലുകൾ കിട്ടാനായിട്ട് നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയാണ് ആ റിസീവറിൻ്റെ പോർഷൻ വെക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് നമ്മളായിട്ട് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു റിസീവറിൻ്റെ പോർഷൻ മാത്രമേ നമ്മൾ പുറത്ത് വരേണ്ട ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ആ റിസീവറിൻ്റെ പോർഷൻ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ നമുക്കൊരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സർക്യൂട്ടുകളും ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്. എല്ലാ സർക്യൂട്ടും എന്ന് പറഞ്ഞാൽ ആകെ ഒരു കുഞ്ഞ് സർക്യൂട്ട് മാത്രമേ വരുന്നുള്ളൂ. ഏത് കൊച്ചുകുട്ടിക്കും ചെയ്തെടുക്കാൻ പറ്റിയ സർക്യൂട്ടാണ്.
ഇനി നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ ബാറ്ററി റിമൂവ് ചെയ്തായിരുന്നു, അതിൽ സെറ്റ് ചെയ്തിട്ട് ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ ഇളകി പോകാത്ത രീതിയിൽ നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് നമ്മൾ ഈ പെട്ടിയുടെ ഉള്ളിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ പേപ്പർ പീൽ ചെയ്ത് കളഞ്ഞ് അതിലേക്ക് നമ്മുടെ ബാറ്ററി ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഒട്ടിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചേർത്ത് ഒട്ടിക്കാം, നടുക്കായിട്ട് ഒട്ടിക്കരുത്. കാരണം നടുക്ക് നമുക്കൊരു ഹോൾ ഇടാനുള്ളതാണ്. അതായത് നമ്മുടെ ഈ തിരിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറും അതുപോലെ തന്നെ തീപ്പെട്ടിയും സെറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ മുകളിലേക്ക് എടുക്കാനുള്ള ഒരു ഹോൾ ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നിക്രോം ചുറ്റിയത് നമുക്ക് കയറ്റി മുകളിലേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മുകളിലേക്ക് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തിരി എടുക്കാം. ഈ തിരിയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. ഈ തിരി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് ഒരു ഡ്യൂസറോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മാർക്കിൽ നമ്മൾ നല്ല ആഴത്തിലൊന്ന് കുഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ തിരിയുടെ നടുക്കുള്ള കത്തുന്ന തിരി അത് എത്തുന്ന വരെ വേണമെങ്കിൽ നമുക്ക് അത്രയ്ക്കും താഴ്ത്തി കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ്. അത്രയ്ക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഒരു പകുതി ഭാഗം നമ്മൾ താഴ്ത്തി കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആഴത്തിൽ ഇത് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താഴ്ത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തിരി നമ്മുടെ ആ പെട്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കിയിട്ട് അടിയിൽ വെച്ച് കൊടുത്താലും മതി നമുക്ക്. അതായത് മെഴുകുതിരിയുടെ അടിഭാഗം ഉരുക്കിയിട്ട് വെച്ചാലും മതി. ഇനി ഇതിൻ്റെ ഫിലമെൻറ്റ് ഭാഗം, അതായത് നമ്മൾ തീപ്പെട്ടിയിൽ നിക്രോം ചുറ്റിയ ഭാഗം മുകളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ആളുകൾ കാണുന്നത്, അതായത് നമ്മൾ തിരി ഏത് ഭാഗത്തേക്കാണ് വെക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കണം നമ്മുടെ വയറും അതുപോലെ തന്നെ തീപ്പെട്ടിയൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ആരും കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറ്റിയിട്ട് നമ്മുടെ തീപ്പെട്ടിയുടെ ആ മരുന്നുള്ള ഭാഗം വെക്കുക. അതിനുശേഷം ആ വയറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ വയർ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് സെലോ ടേപ്പ് ഒട്ടിക്കാം, അതായത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇരുന്നു, അതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുന്നില്ല. കണ്ടോ? അപ്പോൾ നമ്മൾ തിരി ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയും വയറൊന്നും ആരും കാണില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തിരി സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റിമോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏത് ബട്ടൺ അമർത്തിയാലും അവിടെ തിരി കത്തും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഓക്കെ ബട്ടൺ ഞെക്കുന്നത്. റെഡി? കണ്ടോ? നമ്മുടെ തിരി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിമോട്ട് വെച്ചിട്ട് തിരി കത്തിക്കുന്ന സെറ്റപ്പ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫയർ വർക്സിലൊക്കെ ചെയ്യാം. അതായത് നമ്മുടെ പടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ പൂത്തിരി കത്തിക്കുക, അങ്ങനെ എന്തുവേണമെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുത്ത സാധനങ്ങളൊക്കെ സാധാ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും നമുക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ M4Tech യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലെന്താ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. റെഡി? ഓക്കെ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4Techലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള റിമോട്ട് കൊണ്ട് തിരി എങ്ങനെ കത്തിക്കാന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാം പോയി കട്ടിറ്റ്. റെഡി അല്ലേ? ഓക്കെ, റെഡി? റെഡി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4Techലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന്. അത് വേറെ ഒന്നല്ല, ഒരു തിരി എങ്ങനെ നമുക്ക് തിരി എന്ന് പറയുമ്പോൾ തന്നെ ഇട്ട് തരണ്ടേ ഒരു തിരി. അത് കട്ട് ചെയ്യണ്ടായിരുന്നു.